മുന്നേ നമ്മുടെ ഗിവ് അവേയുടെ കാര്യം പറയാം അല്ലേ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു ഗിവ് അവേ നടത്താൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ നമുക്ക് 30,000 സബ്സ്ക്രൈബേഴ്സ് ആവുന്ന അന്നായിരിക്കും നമ്മൾ വിന്നറിനെ അനൗൺസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നമ്മുടെ ഷോർട്ട് വീഡിയോസിലും ലോങ് വീഡിയോസിലും ലൈക്കും കമന്റും ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഏറ്റവും കൂടുതൽ ലൈക്കും കമന്റും ചെയ്യുന്ന ആ ഒരാളെയായിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി പോകുന്നത്. ഇനി ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക, നമ്മുടെ വീഡിയോസിന് ലൈക്കും കമന്റും ചെയ്യുക കേട്ടോ. അപ്പോൾ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാനും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാനും മറന്നു പോകേണ്ട. രണ്ടിലും നമ്മൾ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നുണ്ടായിരിക്കും. യൂട്യൂബിൽ ഒരു വിന്നറും ഇൻസ്റ്റാഗ്രാമിൽ ഒരു വിന്നറിനെയും സെലക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഭാഗ്യം എവിടെയാണെന്ന് അറിയില്ല, രണ്ടിലും ഒരുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്തോളൂ കേട്ടോ. PSCയിൽ റിപ്പീറ്റഡ് ആയി ചോദിച്ചു കാണാറുള്ള പ്രധാനപ്പെട്ട ചില ദേശീയോദ്യാനങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളും നമുക്ക് കോഡിലൂടെ ഒന്ന് പഠിച്ചെടുത്താലോ. അപ്പോൾ ഹസാരിബാഗ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ജാർഖണ്ഡിലാണ്. ഹസാരിബാഗ് ജാർഖണ്ഡിലാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഓർക്കാം? ബാഗിൽ ജാറാണ് എന്നോർക്കാം. ബാഗിൽ ജാറാണ്, ബാഗിൽ ജാറാണ്. അപ്പോൾ ബാഗ് എന്നതിൽ നിന്ന് ഹസാരിബാഗ് കണക്ട് ചെയ്യുക. ബാഗിൽ ജാറാണ്. ജാർ എന്നതിൽ നിന്ന് ജാർഖണ്ഡ് കണക്ട് ചെയ്യാലോ. ഹസാരിബാഗ് ദേശീയോദ്യാനം ജാർഖണ്ഡിലാണ്. കാസിരംഗ ദേശീയോദ്യാനം ആസാമിലാണ്. കാസിരംഗ എവിടെയാണ്? ആസാമിലാണ്. അപ്പോൾ എങ്ങനെ ഓർക്കാം? അപ്പൊ നമ്മൾ ഹസ്സിന്റെ പോക്കറ്റിൽ നിന്ന് ക്യാഷ് അടിച്ചു മാറ്റുന്ന രംഗം, ഹസ്സിന്റെ പോക്കറ്റിൽ നിന്ന് ക്യാഷ് അടിച്ചു മാറ്റുന്ന രംഗം ഓർത്താൽ അപ്പൊ കാസിരംഗ എന്ന് കണക്ട് ചെയ്യാലേ. ക്യാഷ് അടിച്ചു മാറ്റുന്ന രംഗം കാസിരംഗ എവിടെയാണ്? ഹസ് എന്നതിൽ നിന്ന് ആസാം കണക്ട് ചെയ്യാലോ. ഇനി കൻഹ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. കൻഹ മധ്യപ്രദേശിലാണ്. അപ്പോൾ കൻഹ എന്ന് പറയുമ്പോൾ ഫിലിം ആക്ട്രസ് കനിഹയെ കണക്ട് ചെയ്യുക. കനിഹയുടെ സ്പിരിറ്റിലെ ക്യാരക്ടർ കണക്ട് ചെയ്താൽ മതി. സ്പിരിറ്റിലെ ക്യാരക്ടർ മോഹൻലാലിന്റെ വൈഫ് ആയിരുന്നില്ലേ മോഹൻലാൽ, അതിൽ ഭയങ്കര മദ്യപാനിയാണ്. അപ്പോൾ കനിഹ അല്ലെ, മോഹൻലാൽ എങ്ങനെയാണ്? മദ്യപാനിയാണ്. അപ്പോൾ മദ്യം എന്നതിൽ നിന്ന് മധ്യപ്രദേശ് കണക്ട് ചെയ്യാലോ. ബന്ദിപ്പൂർ കർണാടകയിലാണ്. ബന്ദിപ്പൂർ സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. അപ്പോൾ ബന്ദിപ്പൂർ എന്ന് പറയുമ്പോൾ ബന്ധിപ്പിച്ചിട്ടുള്ളത് എന്താണ്? കർണം, ചെവിയാണ് എന്നോർക്കാം. എന്താണ് ബന്ധിപ്പിച്ചിട്ടുള്ളത്? ചെവിയാണ്, കർണം. കർണാടക കണക്ട് ചെയ്യാലോ. ജിം കോർബറ്റ് ഉത്തരാഖണ്ഡിലാണ്. അപ്പോൾ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ എന്താണ്? ഇടുത്താ പൊന്താത്ത സാധനങ്ങൾ കിട്ടും അല്ലെ. എന്നുള്ള ഈ ഒരു അക്ഷരം നമുക്ക് ഇടുത്താ പൊന്താത്തതാണ് അല്ലെ. അപ്പൊ ഉത്തരാഖണ്ഡ് കണക്ട് ചെയ്യാലോ. ജിം കോർബറ്റ് ഉത്തരാഖണ്ഡിലാണ്. നംദഫ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലാണ്. നംദഫ അരുണാചൽ പ്രദേശിലാണ്. അപ്പോൾ എങ്ങനെ ഓർക്കാം? നംദഫ അരുണാചൽ പ്രദേശിലാണ്. അപ്പോൾ ദഫ് മുട്ട് കളിക്കാൻ ആര് വന്നു? അരുൺ വന്നു എന്നോർക്കാം. ദഫ് കളിക്കാൻ അരുൺ വന്നു. സുന്ദർബൻസ് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. സുന്ദർബൻസ് പശ്ചിമ ബംഗാളിലാണ്. അപ്പൊ സുന്ദർബൻസ് എന്ന് പറയുമ്പോൾ ബെൻസ് കാർ കണക്ട് ചെയ്യുക. ബെൻസ് കാർ ബെസ്റ്റ് ആണ് എന്നോർക്കാം. ബെസ്റ്റ് എന്നതിൽ നിന്ന് വെസ്റ്റ് ബംഗാൾ കണക്ട് ചെയ്യാലോ. സുന്ദർബൻസ് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. മാധവ് മധ്യപ്രദേശിലാണ്. അപ്പൊ മാധവ് മദ്യപാനിയാണ് എന്നോർത്തോളൂ. മാധവ് മദ്യപാനിയാണ്. അപ്പൊ മദ്യം എന്നതിൽ നിന്ന് മധ്യപ്രദേശ് കണക്ട് ചെയ്തൂടെ.